റീലുകളിലും വീഡിയോകളിലും എന്നും നമ്മെ പേടിപ്പിക്കുന്ന സുമതി വളവ്. കാലങ്ങൾക്കിപ്പുറവും സുമതി വളവിനെ പറ്റിയുള്ള ദുരൂഹതകൾ മറഞ്ഞു നിൽക്കുന്നു. സുമതിയെ കൊന്ന വളവ് എന്ന് കേട്ടാൽ കേൾക്കുന്നവരുടെ മനസ്സൊന്ന് വിറയ്ക്കുന്ന കാലമുണ്ടായിരുന്നു ഒരിക്കൽ. ഏകദേശം 70 വർഷം മുൻപ് അരിക്കച്ചവടക്കാരി അമ്മയുടെ പ്രിയപുത്രി സുമതിയുടെ കൊലപാതകമാണ് കഥയുടെ തുടക്കം. കാരേറ്റ് ഭാഗത്ത് താമസിക്കുന്ന സുമതിയെ കാണാൻ സുന്ദരിയായിരുന്നു. ജോലി ചെയ്യുന്ന വീട്ടിലെ മുതലാളിയുടെ മകനുമായുള്ള പ്രണയത്തിൽ നിന്നാണ് സുമതിയുടെ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. തുടർന്ന് സുമതി ഗർഭിണിയാകുകയും കല്യാണവുമായി മുന്നോട്ട് വന്നപ്പോൾ നിരസിക്കുകയും തുടർന്ന് അരുംകൊലയുടെ വക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ 1953 ജനുവരി 27 ഒരു ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് സുമതി എന്ന 22 വയസ്സുള്ള ഗർഭിണിയെ തന്റെ അംബാസിഡർ കാറിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി ആ വനത്തിൽ എവിടെയോ വെച്ച് സ്നേഹിച്ച കാമുകനും അയാളുടെ ഫ്രണ്ടും ചേർന്ന് കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദിവാസികളാണ് സുമതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. കൊല നടന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടുകയും ജീവപര്യന്തം 15 വർഷം കോടതി ശിക്ഷ വിധിക്കുകയും ശിക്ഷ കഴിഞ്ഞ് ആദ്യം രവീന്ദ്രനും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രത്നാകരനും മരിച്ചുപോയെങ്കിലും അതിനുശേഷം സുമതിയുടെ പ്രേതം ഈ വളവിൽ അലങ്ങിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന വിശ്വാസമാണ് ഭയത്തിന് വഴിവെച്ചത്. കാറിൽ പോകുന്നവരുടെ എഞ്ചിൻ വളവിലെത്തുമ്പോൾ ഓഫാകുകയും ബൈക്കിൽ പോകുന്നവർ വീഴുകയും അങ്ങനെ നിരവധി അനിഷ്ടകരമായ സംഭവങ്ങൾ അരങ്ങേറുന്ന സ്ഥലമായി മാറി സുമതി വളവ്. പകൽ സമയങ്ങളിലും രാത്രികാലങ്ങളിലും ഒരു സ്ത്രീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നതായും വണ്ടികൾക്ക് കൈ കാണിച്ച് നിർത്തുന്നതായും വാഹനം നിർത്തി നോക്കുമ്പോൾ ആളെ കാണാൻ ഇല്ല എന്നുമൊക്കെയുള്ളത് കണ്ടതായിട്ട് ഒരുപാട് പേർക്ക് നെഗറ്റീവ് ഫീൽ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ സുമതി വളവിൽ സുമതിയുടെ പ്രേതത്തിന്റെ മറവിൽ അവിടെ മോഷണ ശ്രമവും പിടിച്ചുപറിയും മറ്റും നടത്താൻ വേണ്ടി സാമൂഹ്യ വിരുദ്ധർ ഈ സംഭവം മുതലെടുത്തു എന്നുള്ളത് വേറെ ഒരു സത്യം. സുമതിയുടെ കൊലയെ തുടർന്ന് അവിടെ ഒരുപാട് അജ്ഞാത ബോഡി കണ്ടെത്തിയതും ഭയത്തിന് വഴിവെച്ചു. എന്നിരുന്നാലും നിഗൂഢതകൾ നിലനിൽക്കുന്നു. രാത്രികാലങ്ങളിൽ ഈ വഴിയെത്തുന്ന വണ്ടികൾ ഓഫാവുന്നത് കാരണം ഗിയർ ചേഞ്ച് ആകാത്തത് മൂലമാണ്. കൊല നടന്ന 4 ദിവസം ബോഡി കണ്ടെത്തി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി സുമതി എന്ന ആ ഗർഭിണിയെ ആ വനത്തിൽ എവിടെയോ ആണ് അടക്കം ചെയ്തേക്കുന്നത്. എന്നും അവളെ കണ്ടവരുമുണ്ടെന്നുള്ളതാണ് ഒരു സത്യം.